നമസ്കാരം, സ്റ്റോറി ലിറ്റിക്കലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ബുക്ക് ഇതാണ്, അറ്റോമിക് ഹാബിറ്റ്സ് ബൈ ജെയിംസ് ക്ലിയർ. ടൈനി ഹാബിറ്റ്സ് ബ്രിങ് റിമാർക്കബിൾ റിസൾട്ട്സ് എന്നാണ് ഓഥർ പറയുന്നത്. ശരിയാന്ന് നമുക്കൊക്കെ അറിയാം, ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ഹാബിറ്റ്സിൽ വരുന്നത്. പക്ഷെ അതെങ്ങനെയാണ്? ഇതിനകത്ത് ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രീക്ക് പാരബിളിൽ എനിക്ക് ഓർമ്മ വരുന്നത് സോറിറ്റിസ് പാരഡോക്സ്. അതിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഒരു കുന്നോളം ധാന്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഓരോ ധാന്യം വെച്ച് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഏത് സമയത്താണ് അതെനിക്ക് ഒരു കുന്നല്ല എന്ന് പറയാൻ പറ്റുക? ഇറ്റ് ഇസ് നോട്ട് എ ഹീപ്പ് എന്ന് ഏത് പോയിന്റിലാണ് നമുക്ക് പറയാൻ പറ്റുക? അതുപോലെ തന്നെ അത് ജീവിതത്തിലേക്ക് ഉപമിക്കുമ്പോൾ ചെറിയ ഹാബിറ്റ്സ് വെച്ചിട്ട് ഞാൻ തുടങ്ങി, ചെറിയ ചെറിയ ഹാബിറ്റ്സ്. ആ ചെറിയ ഹാബിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലത്തെ ഒരുപാട് ഹാബിറ്റ്സ് ഞാൻ കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. കുറേ ഹാബിറ്റ്സ് കൂടുമ്പോൾ ഏത് സമയത്താണ് അതെൻ്റെ ജീവിതം തന്നെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള കഴിവ് അതിനുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുക? നമുക്കറിയില്ല. അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലേക്ക് എത്തുന്നതിനെ പറ്റിയിട്ടാണ് ഈ ബുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമുക്കൊരാളായി തീരണം, നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്തായി തീരണം എന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഹെൽത്തി പേഴ്സൺ ആയിരിക്കണം എന്നായിരിക്കാം ഒരാളുടെ ആഗ്രഹം. ഞാനൊരു ഹാപ്പി പേഴ്സൺ ആയിരിക്കണം, ഞാൻ സന്തോഷവാനായിരിക്കണം, അതായിരിക്കാം. അതല്ല, എനിക്കൊരു സ്പോർട്സ്മാൻ ആവണം, എനിക്കൊരു ആക്ടർ ആവണം. ഇങ്ങനെയൊക്കെ പല ആഗ്രഹങ്ങളും നമുക്കുണ്ടാവും. ഇതിലേക്കൊക്കെ എത്തുന്നത് എങ്ങനെയാണ്? ഒരു ദിവസം നമ്മൾ എണീക്കുമ്പോൾ നമ്മളൊരു സ്പോർട്സ്മാനായി മാറാൻ പറ്റുമോ നമുക്ക്? ഇല്ല. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരാളാണ്, എനിക്കൊരു ഹെൽത്തി പേഴ്സൺ ആവണം, എൻ്റെ എല്ലാ അസുഖങ്ങളോ ചെറിയ ചെറിയ പ്രശ്നങ്ങളോ ഒക്കെ മാറി ഞാൻ ഹെൽത്തി പേഴ്സൺ ആവണം. നമുക്ക് നടക്കില്ല, അല്ലേ? ഇതെല്ലാം നമ്മൾ ബിൽഡ് ചെയ്ത് പോകുന്ന കുഞ്ഞു 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 ഹാബിറ്റ്സ് വെച്ച് നമ്മൾ ഈ കെട്ടിടം പണിയുന്ന മാതിരിയാണ്. ഒരു ഹാബിറ്റ്സ് തുടങ്ങി അതിൻ്റെ മുകളിൽ ഇനി ഒരെണ്ണം കൊണ്ടുവന്നു, അതിൻ്റെ മുകളിൽ ഇനി ഒരെണ്ണം. നമ്മൾ ഈ ഡയറ്റിങ് പറയുന്ന മാതിരി തന്നെ, അല്ലേ? അപ്പോൾ ഈ ടൈനി ഹാബിറ്റ്സ് എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുപോയി അത് സസ്റ്റൈനബിൾ ആക്കി നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ ലെവലിലേക്ക് എത്തിക്കാം എന്നാണ് ജെയിംസ് ക്ലിയർ പറയുന്നത്. ടൈനി ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ രാവിലെ നമുക്കൊരു മാരത്തോൺ ഓടണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. എനിക്കൊരു 21 കിലോമീറ്റേഴ്സ് എന്തെങ്കിലും എനിക്ക് ചെയ്യണം എന്നൊരാഗ്രഹം. പക്ഷെ നാളെ എണീറ്റ് എനിക്ക് ഈ പറഞ്ഞ മാതിരി ഓടി തുടങ്ങാൻ പറ്റില്ല. മൈ ബോഡി ഈസ് നോട്ട് റെഡി ഫോർ ദാറ്റ്, അല്ലേ? അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് നടന്നു തുടങ്ങുക, പിന്നെ ഒരു 15 ദിവസം കഴിയുമ്പോൾ അതൊരു 10 മിനിറ്റ് ആക്കുക, പിന്നീട് എൻ്റെ സ്പീഡ് കൂട്ടുക, അത് 15 മിനിറ്റ് ആക്കുക. ഒരു പക്ഷേ ഞാൻ 6 മാസമോ 1 വർഷമോ ഈ കുഞ്ഞു ഹാബിറ്റ് ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റോടി കൂടി കൊണ്ടുപോകുമ്പോഴാണ് എനിക്ക് ആ മാരത്തൺ എന്നുള്ള സ്റ്റേജിലേക്ക് എത്താൻ പറ്റുന്നത്. നമ്മൾ ഈ ബുക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗോൾ എന്താണ്? ലാസ്റ്റ് എനിക്ക് മാരത്തൺ ഓടണം, അതാണ് എൻ്റെ ഗോൾ. പക്ഷെ എനിക്ക് മാരത്തൺ ഓടാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ, എന്തെങ്കിലും എനിക്ക് അസുഖം വന്ന് ഈ ഹാബിറ്റ് എനിക്ക് ബ്രേക്കായി പോവാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് വല്ലാണ്ട് അത് എഫക്റ്റ് ചെയ്യും. കാരണം നമ്മൾ ആ മാരത്തൺ മാത്രമാണ് നമ്മൾ മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്നെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല, അതെനിക്ക് മനസ്സിന് വല്ലാണ്ട് ഒരു വേദനയായിരിക്കും. അതിന് പകരം നമ്മൾ ഈ ഓരോ ദിവസവും ചെയ്യുന്ന 5 മിനിറ്റ് വോക്കോ 10 മിനിറ്റ് വോക്കോ 15 മിനിറ്റ് വോക്കോ ഓട്ടമോ, ഇത് എല്ലാം നമ്മൾ അതിൻ്റെ ഭംഗിയിൽ എൻജോയ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ എൻഡ് റിസൾട്ടിലേക്ക് നമ്മൾ വിചാരിച്ച അത്ര സ്പീഡിലോ വിചാരിച്ച സമയത്തോ എത്തിയില്ലെങ്കിൽ പോലും നമുക്ക് പിന്നെയും ആ ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടാവും, അത് ചെയ്യാനുള്ള ഒരു സന്തോഷം ഉണ്ടാവും എന്നാണ് ഓഥർ പറയുന്നത്. എനിക്ക് തോന്നുന്നു വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണത്, അല്ലേ? പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ചൊരു കാര്യം അവിടം വരെ എത്താൻ പറ്റിയില്ല, അപ്പം തന്നെ നമ്മൾ പകുതിയിൽ നിർത്തും. ഇനി മതി, എനിക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ എന്തിനാണ് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യണേ എന്നായിരിക്കും. അപ്പോൾ ഈ 2 രീതിയിൽ ഓഥർ പറയുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഒരു ഹാബിറ്റ് സസ്റ്റൈനബിൾ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. തിരിച്ചും ആൾക്കാർക്ക് ഉണ്ടാവും. ഒരു പക്ഷേ എൻ്റെ ഒരു ബാഡ് ഹാബിറ്റ് നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഈ ഫോക്കസ് ചെയ്യുന്നത്, അങ്ങനെയും ഉണ്ടാവും, അല്ലെ? അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ 2 രീതിയിലാണ് ഇത് കാണുന്നത്. നമ്മൾ ബാഡ് ഹാബിറ്റ്സ് എങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിർത്താം, ഒരു പുതിയ ഹാബിറ്റ് തുടങ്ങണമെങ്കിൽ അത് നമുക്ക് എങ്ങനെ അതിലേക്ക് എത്താം. ഈ 2 കാര്യങ്ങളാണ് ഈ ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബാഡ് ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യാനാണെങ്കിൽ ന്യൂ ഹാബിറ്റ്സ് തുടങ്ങാനായിട്ടും കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വിച്ച് ഇസ് ലൈക്ക് ഒരു കോമൺ ഐറ്റമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ബാഡ് ഹാബിറ്റ്, നമ്മളിപ്പോൾ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാനുള്ള പ്ലാനാണെന്ന് വിചാരിക്കുക.
അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്യൂസ് ഒന്നും തന്നെ നമ്മുടെ മുമ്പിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു സിഗരറ്റ് പാക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലൈറ്റർ ആയിക്കോട്ടെ, അതിനെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ഗ്യാങ്ങിൻ്റെ ഒപ്പം, നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ ഒപ്പം പോകുമ്പോഴാണ് നമ്മൾ എപ്പോഴും സ്മോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്യാതറിങ് വേറെ സ്റ്റൈലിലേക്ക് മാറ്റാൻ പറ്റുമോ? ഫ്രണ്ട്സിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ വേറൊരു സ്റ്റൈലിലേക്ക് അല്ലെങ്കിൽ വേറൊരു വെന്യൂലേക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രമിക്കുക. അതേപോലെ തന്നെ ഒരു ഗുഡ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും ഈ ക്യൂസ് എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. വിച്ച് മീൻസ് നമ്മൾ ഈ ഹാബിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന എന്താ പറയുക ഗുണങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോട്ട്സോ ഒക്കെ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊരു ക്യൂ ഒരു കോമൺ പോയിന്റ് ആണ് ഇത് രണ്ടിനും. പിന്നെ മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. ഇത് രണ്ടാണെങ്കിലും ബാഡ് ഹാബിറ്റ് ആണെങ്കിൽ അത് എങ്ങനെ ലെസ് അട്രാക്റ്റീവ് ആവാം. ഫോർ എക്സാമ്പിൾ, ആ ബാഡ് ഹാബിറ്റോട് എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ എന്താ പറയുക നമ്മുടെ മൈൻഡിലേക്ക് ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഗുഡ് ഹാബിറ്റിനെ നമുക്ക് അട്രാക്റ്റീവായിട്ട് കാണിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇതെല്ലാം നമ്മൾ ഈ ഓപ്പോസിറ്റ് സെൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഒരുപാട് ഈ ഹാബിറ്റ്സിനെ നമുക്ക് നമ്മുടെ മൈൻഡ് തന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഗുഡ് ഹാബിറ്റ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഓത്തർ ഒരു 4 പോയിന്റ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, എനിക്കിപ്പോൾ നാളെ ഒരു നല്ലൊരു ഗിറ്റാറിസ്റ്റ് ആവണം എന്ന് വിചാരിക്കുക. ഒരു ദിവസം കൊണ്ട് എനിക്ക് എന്തായാലും ആവാൻ പറ്റില്ല. അതിനായിട്ട് ഞാൻ ബേബി സ്റ്റെപ്സ് എടുത്തു തുടങ്ങണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് സമയം ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റുന്നത്. അതിനായിട്ട് 4 സ്റ്റെപ്സാണ് ഇമ്പോർട്ടൻറ്റ്. ഒരെണ്ണം, മേക്ക് ഇറ്റ് ഓബ്വിയസ്. ഓബ്വിയസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി എൻ്റെ കൺമുമ്പിൽ എല്ലായ്പ്പോഴും ഈ ഒരു കാര്യം ഉണ്ടായിക്കൊണ്ടിരിക്കണം. എനിക്കിത് ഗിറ്റാർ എപ്പോഴും എൻ്റെ മുമ്പിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റിൽ എപ്പോഴും ഇൻസ്ട്രുമെൻ്റലിലെ ഗിറ്റാർ ഉണ്ടാവണം. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ നോട്ട്സ് ആയിട്ടാണെങ്കിലും മ്യൂസിക് നോട്ട്സ് ആയിട്ടാണെങ്കിലും എൻ്റെ ഫോണിൽ ഉണ്ടാവണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ മേക്ക് ഇറ്റ് ഓബ്വിയസ്, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യുന്ന മാതിരി തന്നെ ഒരു കാര്യമാണിത്. അട്രാക്റ്റീവ് ആക്കുക. ഇതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിക്കും, വാട്ട് കുഡ് ബി മൈ എൻഡ് റിസൾട്ട് എന്നുള്ളത് എനിക്ക് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതിലെനിക്കൊരു അട്രാക്ഷൻ ഉണ്ടാവണം. യെസ്, ഐ എം ബിക്കമിങ് എ ഗിറ്റാറിസ്റ്റ് എന്നുള്ളത് എൻ്റെ മൈൻഡിൽ ഉണ്ടാവണം. മേക്ക് ഇറ്റ് ഈസി. ഈസി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ ഗിറ്റാർ ഞാൻ വിചാരിക്കണം 6 മാസത്തിൽ ഞാൻ നല്ലൊരു ഗിറ്റാറിസ്റ്റ് ആയി തീരും എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 3 hours 4 hours എല്ലാ ദിവസവും ട്രെയിനിങ് സെഷൻസ് വെക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. വിച്ച് മേ നോട്ട് വർക്ക്. എനിക്കത് മെൻ്റലി ടയറിങ് ആയിരിക്കും. ഒരു പക്ഷേ എനിക്ക് ആ 4 hours പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ അതെനിക്ക് തിരിച്ച് റിവേഴ്സ് പ്രഷർ ഉണ്ടാക്കും. ഓക്കെ, അതിന് പകരം നമ്മുടെ നോർമൽ ടൈമിംഗ്, ഫോർ എക്സാമ്പിൾ ഞാൻ 1 hour അല്ലെങ്കിൽ വീക്ക്ലി 2 hours സെഷനാണ്, ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദാറ്റ്. അതിൻ്റെ കൂടെ ഞാൻ ഒരുപാട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത് പോവുക. അത് ഈസി ആക്കുക. സ്റ്റെപ്സ് നമുക്ക് ഈസി ആവുന്നതോറും നമുക്ക് അച്ചീവബിൾ ആയിരിക്കണം. അതിലാണ് മെയിൻ കാര്യം. പിന്നെ സാറ്റിസ്ഫൈങ് ആക്കുക. ഈ പ്രോസസ്സ് തന്നെ സാറ്റിസ്ഫൈങ് ആയിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇതേ കാര്യം. അതായത് ആ എൻഡ് റിസൾട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ അത് എത്രത്തോളം നമുക്ക് ഫുൾഫില്ലിങ് എന്നുള്ളത് മാത്രമല്ല നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. ആ വാക്കിംഗ് ടുവേർഡ്സ് ദാറ്റ് എൻഡ് റിസൾട്ട് അത് എത്ര സാറ്റിസ്ഫൈങ് ആണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. ആ പ്രോസസ്സിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ നമ്മളൊരു ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് അറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്നത്. ടൈനി ഹാബിറ്റ്സ് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഒരുപാട് ഹാബിറ്റ്സ് അതിൻ്റെ ഒപ്പം കൂട്ടി എടുക്കുമ്പോഴാണ് നമ്മുടെ ലൈഫ് തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു നിലയിലേക്ക് എത്തുന്നത്. ആ ട്രാൻസ്ഫോർമേഷൻ ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. നിങ്ങൾക്ക് ആരായി തീരണോ അത് ഈ ചെറിയ മാറ്റങ്ങളിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് തുടങ്ങാം ആ ചെറിയ മാറ്റം അതെന്താണെങ്കിലും. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്നത്തെ ബുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ബുക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻസിൽ എഴുതി അറിയിക്കാം. ഞങ്ങളത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.